Good morning to all. Good morning, Miss. Good morning, ma'am. Good morning, Miss Wheat. Okay, morning. Second വിശേഷം സുഖാണോ? നമ്മുടെ കോൺടെക്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഇതോടുകൂടി കോൺടെക്സ് കംപ്ലീറ്റ് ആവാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്തായിരുന്നു പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. റെഡി ആണോ? ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് റെഡി ആണോ? പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഉണ്ടാതിരിക്കില്ലേ? ഓക്കെ, ആരൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടെന്ന്? ടീനയുണ്ട്. വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താ പോരെ? സൗണ്ട് കൺസണന്റ് ലെറ്ററില് നമ്മളുടെ പഠിച്ച് നോക്കിയതല്ലാതെ എക്സ്ട്രാ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? വിദ്യ, റോസ്മേരി, സനില, സിന്ധു. മിസ്സേ, എന്നാ ആദ്യമായിട്ട് ഞാൻ ശരിക്കും ഈ ക്ലാസ്സിൽ കയറിയത്. വെരി ഗുഡ്. കൊച്ചി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ട് ഇരിക്കായിരുന്നു. അതുകൊണ്ട് പോയി വന്നൊക്കെ ഇരിക്കായി. ട്രിപ്പൊക്കെ ഇട്ടിട്ട് പോയി വരായിരുന്നു. ഓക്കെ ആയോ മോളിപ്പോ? എന്തൊക്കെ ആയോ? ആ, ഓക്കെ ആയിട്ടുണ്ട്. ഇന്നലെ പോന്നു. ഓക്കെ ആയി. ഞാൻ വൈവയ്ക്കൊക്കെ ട്രിപ്പ് ഇട്ടിട്ട് ആളെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. പിന്നെയും പോയി പിറ്റേ ദിവസം അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ക്ലാസ് കാണും കേട്ടോ, കണ്ടാ മതി കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പൊ ടീന നമുക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ. പ്രസന്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ക്ലാസ് എടുക്കാം. ഓക്കെ, നമുക്ക് കൺസണന്റ് സൗണ്ടിലെ ക എന്നൊരു സൗണ്ട് നോക്കാം. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? അതിനാണ് നമുക്ക് ഈ കൺസണന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ 26 ആൽഫബറ്റ് ലെറ്റേഴ്സിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാലും എ തൊട്ട് Z വരെ. അതിൽ വവൽസ് ഉണ്ട്, കൺസണൻസ് ഉണ്ട്, കൺസണന്റ് ലെറ്റേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ടോന്ന് നോക്കാം. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? കുറച്ചുണ്ട്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ടീന സൗണ്ട് ക്ലിയർ ആണല്ലോ. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ. ഓക്കെ. A B C D E F G H I J K L M N O P Q R S T U V W Z. ഇങ്ങനെയാണ് 26 ലെറ്റേഴ്സ് വരുന്നത് അല്ലെ? ഇതിൽ കൺസണന്റ് ലെറ്റേഴ്സ്, വവൽ ലെറ്റേഴ്സ്. ഇപ്പൊ ക്ലിയർ ആണോ മാം? ഇല്ല, എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ആണോ? ഇപ്പൊ ക്ലിയർ ആയോ മാം? ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നേ, അതാണ്. ഓക്കെ, നമുക്കറിയാം 26 ലെറ്റേഴ്സ് ഉണ്ട്, അതിന്റെ സൗണ്ട് ഉണ്ട്. നമുക്ക് കൺസണന്റ് ലെറ്റേഴ്സും വവൽ ലെറ്റേഴ്സും കൂടെ ആണ് ഒരുമിച്ചാണ് നമുക്ക് ആൽഫബറ്റ് ലെറ്റേഴ്സ് വരിക. അപ്പൊ ജസ്റ്റ് നമുക്ക് അതിലെ ഫസ്റ്റ് സൗണ്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഇനി ഇതിന്റെ സൗണ്ട് വരുമ്പോൾ നമ്മൾ എ എന്നൊരു ലെറ്റർ എ ഫോർ ആപ്പിൾ എന്ന് പറയും അല്ലെ? അപ്പൊ ഇതിൽ എ നമുക്കറിയാം എ ഇ ഐ ഒ യു 5 വവൽസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വവൽസ് കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇപ്പൊ ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് ഈ ആൽഫബറ്റ് ഫുൾ ലെറ്റേഴ്സിലെ സൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. എ എന്ന് പറയുമ്പോൾ സൗണ്ട് ആ, ബി ബ, സി ക, ജി ഡ, ഇ എഫ് എന്നാണ് അല്ലെ?
എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒഡിബിൾ ആക്കാൻ പറയും, പക്ഷെ ശരിക്കും അത് എന്നുള്ളൊരു ഒരു ഒരു കാറ്റ് പോലെ ആണ് എന്നുള്ള. ABCDEF വരെ എത്തി. ഇനി G, G, H എന്നുള്ള സൗണ്ടാണ്. ഹ നമ്മൾ ഹെന്നില് ഹ. I, E, J, ജ എന്നൊരു സൗണ്ട് ഉണ്ട്. ജെ എന്ന് നമ്മൾ പറയും ജ. ഇനി നമ്മളത് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ ജയില് 2 ലെറ്റേഴ്സിന്റെ ഒരു ജോയിനിങ് വരുമ്പോഴാണ് ജ എന്ന സൗണ്ട് വരിക. പക്ഷെ നമ്മൾ ജ എഴുതുന്ന ഒരു സിമ്പൽ വെച്ച് നോക്കുമ്പോൾ അതിന് യ എന്ന സൗണ്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അത് നമുക്ക് നോക്കണ്ട, ജസ്റ്റ് നമ്മൾ ഈ ലെറ്റേഴ്സ് ഓർഡറിലൊന്ന് സൗണ്ട് നോക്കും. നമ്മൾ ABCDEF GHI ജ വരെ എത്തി. ജ. K, K in kite. L, എല്ലിന് നമ്മൾ സൗണ്ട് എങ്ങനെയാ വരിക? ശരിക്ക് ല ല എന്നുള്ള സൗണ്ട്. നമ്മൾ മലയാളത്തിലെ ചില്ലക്ഷരം എന്നുള്ള സൗണ്ട്. HIJKL. എമ്മിന്റെ സൗണ്ട് എങ്ങനെയായിരിക്കും? നമ്മൾ മൂളുമല്ലോ, അതുപോലെ എന്നുള്ളതാണ് സൗണ്ട്. ഇനി N, നമ്മുടെ നാക്കിന്റെ ടിപ്പ് നമ്മുടെ ടീത്ത് റിഡ്ജിന്റെ നമ്മുടെ ഫ്രണ്ടിലെ പല്ലിന് കുറച്ച് ബാക്കിൽ അവിടെ മുട്ടിക്കുമ്പോഴാണ് എന്നുള്ള സൗണ്ട് വരാം. ഓന്റെ സൗണ്ട് എങ്ങനെയായിരിക്കും? ഓ ഓ ഒരു ഷോർട്ട് ഓ. ഇനി പി, ഹ ഹ. ക്യൂ ഉണ്ട്. ക്യൂ ലെറ്ററിന് ഖ്വ ഖ്വ. ഓക്കെ, അതൊരു വളച്ച് നമ്മൾ പറയണം ഖ്വ എന്നുള്ളൊരു സൗണ്ട്. ആറിന്റെ സൗണ്ട് അത് ശരിക്കും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പറയേണ്ട ഒരു സൗണ്ട് തന്നെയാണ് ആറിന്റെ ലെറ്റർ. അത് നമ്മളുടെ ആ ഒരു എന്താ പറയാ ഒരു പ്രൊനൗൺസിയേഷൻ തന്നെ ഭയങ്കര വ്യത്യാസം വരുന്ന ഈ ആറ് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് നോക്കും, നമ്മുടെ പറയുന്ന ആ രീതിയിൽ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. കാര്യം അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആറിനത്. ഫോറിനേഴ്സ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ അറിയാം. ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ നമുക്കറിയാം. അതിൽ ആർ എന്ന ലെറ്ററിന് ഒരു നമ്മുടെ ഡോഗൊക്കെ ബാർക്ക് ചെയ്യുന്ന ഒരു സൗണ്ടിനോട് സിമിലർ ആയിട്ട് വരും. എന്ന് പറഞ്ഞിട്ടൊരു ഒരു സൗണ്ടാണ്. റായാന്ന് ചോദിച്ചാൽ റായു അല്ല, എന്നാ റ് ആണെന്ന് ചോദിച്ചാൽ റുവും അല്ല. അപ്പൊ നമ്മൾ മഴ എന്ന് ശരിക്കൊന്ന് ഇംഗ്ലീഷ് ആക്കി പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും റായന്, അതുപോലെയാണ് യോർ യോർ അങ്ങനെയൊക്കെ നമ്മൾ വരാം. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇംഗ്ലീഷ് മീൻസിൽ. അപ്പൊ നമ്മൾ 6 വരെ എത്തി. എസ്. ഇനി എസ് ആണ്. എസിന്റെ എങ്ങനെയാണ്? ഒരു പാമ്പിന്റെ സൗണ്ട് പോലെ നമുക്ക് ഇതാണ് സ ആണ് ശരിക്കും. ഇനി ടി, ടീന്റെ സൗണ്ട് ട്. ഇനി യു, അതില് അ സൗണ്ടും ഉണ്ട് ഊ സൗണ്ടും ഉണ്ട്. ഇനി വി, വി എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലത്തെ പല്ലും താഴത്ത് നമ്മുടെ ചുണ്ടും കടിച്ചു പിടിച്ചാല് നമുക്ക് വ എന്ന് പറഞ്ഞൊരു സൗണ്ട് വരും. ഇനി അടുത്തത് ഡബ്ല്യു ആണ്. ഡബ്ല്യു നമ്മൾ ചുണ്ട് റൗണ്ട് ചെയ്ത് പിടിക്കുക. ഊന്ന് പിടിച്ചിട്ട് നമ്മൾ ഊന്ന് പറയില്ല, ഊന്ന് പിടിച്ചിട്ട് വ പറയണം. വാട്ടർ, വാച്ച് അങ്ങനെ. ഇനി എക്സ്, എക്സ് ആണ്. എക്സിന്റെ അതായത് കയും സയും കൂടെ നമ്മൾ പറയുന്നതിന് അങ്ങനത്തെ ഒരു സൗണ്ടാണ് എന്ന് വരിക. ഇനി വൈന്റെ യ സൗണ്ട്. ഇനി സെഡ് എന്ന് പറയാം. എന്നുള്ള സൗണ്ട്, ഒരു വൈബ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സൗണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 26 ലെറ്റേഴ്സ്. ഇപ്പൊ ഇതിൽ ഞാൻ എടുക്കുന്നത് സി എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. സിയുടെ സൗണ്ട് നമുക്കറിയാം ക. ഇപ്പൊ കയിലെ കുറച്ച് വേർഡ്സ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കയില് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ട്, അതായത് സൗണ്ട് വരുന്നതുകൊണ്ട് ഖ സൗണ്ട് വരുന്നതുകൊണ്ട് അപ്പൊ നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ആണോ, അതായത് CELLO സെല്ലോ എന്ന് വായിക്കും, എന്നാൽ CATനെ കാറ്റ് എന്നും വായിക്കും. അപ്പൊ അതില് എന്താണ് എന്നുള്ളത് ഒരു കുഞ്ഞു ടിപ്പ് നമുക്ക് എടുക്കാം. എല്ലായിടത്തും വർക്ക് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതായത് EI, അതായത് EI നമ്മുടെ വവൽ ലെറ്റേഴ്സ് EI മിഡിലിൽ വരുന്ന, അതായത് സി കഴിഞ്ഞിട്ട് കൺസണന്റ് ലെറ്റർ ആയ സി കഴിഞ്ഞ് ഇയോ അല്ലെങ്കിൽ ഐയോ വരുന്ന വേർഡ്സിന് നമ്മൾ
ആ സിന്റെ പ്രൊനൗൺസിയേഷൻ സ ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ CELLO സെല്ലോ. ഇനി CELL സെൽ. ഇനി സെലറി CELERE സെലറി. ഇനി സിനിമ, സിനിമയിൽ ഐ ആണ് സിനിമ. അപ്പോൾ ഇയും ഐയും നമുക്ക് വരുന്ന, അതായത് നെക്സ്റ്റ് ആയിട്ട് കൺസണന്റ് ലെറ്റർ സിന്റെ നെക്സ്റ്റ് ആയിട്ട് ഇയും ഐയും വവൽസ് വരുന്ന വേർഡ്സിന് നമുക്ക് ആ സിന്റെ നമുക്ക് സോഫ്റ്റ് സി ആയിട്ട് എടുക്കാം, സ സൗണ്ട് ആയിട്ട് എടുക്കാം. കുറച്ചും കൂടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CANCL. അത് CA ഇയും ഐയും ആണ്, എ വിട്ടേക്കാം. CIRCLE സർക്കിൾ. CITIZEN സിറ്റിസൺ. ഇനി DECIDE എന്തായിരിക്കും? ഡിസൈഡ്. അപ്പൊ അതൊരു ചെറിയ ടിപ്പാണ്. നമുക്ക് അറിയാവുന്ന ഒത്തിരി വേർഡ്സ് ഉണ്ട്. എപ്പോഴെങ്കിലും നമുക്കൊരു പുതിയ വേർഡ് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഈ ഒരു ടിപ്പ് ചിലപ്പോൾ ഉപകരിക്കും. സി കഴിഞ്ഞിട്ട് ഇയോ ഐയോ വരുന്ന വവൽ ലെറ്റർ ആണ് ആ വേർഡിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സി എന്നുള്ള സൗണ്ട്, സോഫ്റ്റ് സി ആയിട്ട് നമുക്ക് അത് എടുക്കാം. ഇനി ഖ എന്ന സൗണ്ട്, ആ ഖ എന്ന സൗണ്ട് സിക്ക് വരുന്നത് കുറച്ചുകൂടെ ഹാർഡ്. ഖ എന്ന സൗണ്ട് വരുന്നത് നമുക്ക് എ, സി കഴിഞ്ഞ് ജസ്റ്റ് നിയർ വവല് എ ആയിട്ട് എടുക്കുമ്പോൾ അതിന് ഖ എന്ന് നമുക്ക് പറയാം. അതുപോലെ CO വവൽ ലെറ്റർ O, എയും ഓയും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹാർഡ് വവലായിട്ട് ആ സീന്, അതായത് ഖ സൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾ നോക്കാം. CAT ക്യാറ്റ്. COW ഖൗ. ഇനി BACON ബേ എന്തായിരിക്കും? സൺ ആയിരിക്കോ? ഖൺ ആയിരിക്കോ? ഖൺ ആയിരിക്കോ? ഡെഫിനറ്റ്ലി ഓ ആണ് വന്നത്, അതുകൊണ്ട് നമുക്ക് ബേക്കൺ, ബേക്കൺ എന്ന് പറയാം. ഇനി CORN അത് സോൺ ആയിരിക്കോ? CORN സോൺ അല്ല, എയും ഓയും ആണ്. അപ്പൊ ഹാർഡ് ഖ സൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാം. CORN കോൺ. അപ്പൊ ഈ ഒരു കുഞ്ഞു ടിപ്പ് നമുക്ക് മനസ്സിൽ വെച്ചാൽ പുതിയ വേർഡ്സ്, നമ്മൾ ഒത്തിരി വേർഡ്സ് നമുക്കറിയാം, പുതിയ വേർഡ്സ് നമുക്ക് കാണുമ്പോൾ ഇത് ഖ സൗണ്ട് ആണോ സ സൗണ്ട് ആണോ എന്ന് ഒരു ഡൗട്ട് വരുമ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് നമുക്ക് എടുക്കാം. ഏതാണ് ആ ടിപ്പ്? സോഫ്റ്റ് സി സൗണ്ട്, സ സൗണ്ട് സി ലെറ്ററിന് വരുന്നത് CEO CIO, അതായത് CEO എന്നാണ് ഉദ്ദേശിച്ചത്. CE വരുമ്പോഴോ CI വരുമ്പോഴോ ആവാം. അതായത് കൺസണന്റ് ലെറ്റർ സിക്ക് ശേഷം വവൽ ലെറ്റർ ഐ എന്നോ അല്ലെങ്കിൽ ഇ എന്നോ വരുമ്പോൾ നമുക്കതിനെ സ സൗണ്ട് ആയിട്ട് എടുക്കാം. സി സൗണ്ട് എന്നുള്ള ആ സ സൗണ്ട് സി ലെറ്ററിന് എടുക്കാം. നെക്സ്റ്റ് വരുന്നത്, ഇത് എപ്പോഴാണ് ഖ എന്ന് നമ്മൾ ഹാർഡ് ഖ ആയിട്ട് സൗണ്ട് ആയിട്ട് എടുക്കുന്നത്? CO വരുമ്പോഴോ അല്ലെങ്കിൽ CA വരുമ്പോഴോ. എക്സാമ്പിൾ ക്യാറ്റ്, കോൺ. ഇത്രയും മനസ്സിലായോ ഖ എന്നുള്ള സൗണ്ടിന്? ഈ ഒരു കുഞ്ഞു ടിപ്പാണ് ഞാൻ കൺസണന്റ് ലെറ്റേഴ്സ് എന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് വവൽ ലെറ്റർ. നമുക്കറിയാം ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നത് ജെ എന്ന ലെറ്റർ നമ്മൾ ഫോണറ്റിക് സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ കേട്ടോ. മാം ഇങ്ങനെ കാണിച്ചല്ലോ, രണ്ട് സ്ലാഷ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പലിന്റെ ഉള്ളിൽ ഓരോ ലെറ്റേഴ്സും വരുന്നത്, അതാണ് ഫോണറ്റിക് സ്ക്രിപ്റ്റിൽ വരുന്നത്. അതിൽ ജെ എന്ന ലെറ്റർ അങ്ങനെ ഒരു സിമ്പൽ വരുന്നത് യ എന്ന സൗണ്ടിനെയാണ്. അപ്പൊ അതൊരു വവൽ സൗണ്ട് ആയിട്ടാണ് എടുക്കുക. അത് നമുക്കറിയാം വൈന്റെ സൗണ്ടും യാണ്. അപ്പൊ അതൊരു കൺഫ്യൂസിങ്, ഫോണറ്റിക് സ്ക്രിപ്റ്റ് നോക്കിയാലേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേർഡ് വായിക്കുമ്പോൾ നമുക്കത് എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് വൈ ലെറ്ററിൽ, പക്ഷെ അതിന്റെ സൗണ്ട് എങ്ങനെയാണ്? യാണ്. യന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്? ജെ ലെറ്റർ പോലെയാണ്. അതൊന്ന് സ്ക്രിപ്റ്റ് നോക്കിയാലേ കൺഫ്യൂസിങ് ആവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, അത് നമുക്ക് വിട്ടേക്കാം. അപ്പൊ ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ നോക്കാം. വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് വൈ. യെല്ലോ, യെസ്, യമ്മി, യാർഡ്, യോൺ, ഇയർ, യെൽ, യെറ്റ്, യെസ്റ്റർഡേ. അതിന്റെ സ്പെല്ലിംഗ് കൂടെ പറയാം. യെല്ലോ നമുക്കറിയാം YELLO, യെല്ലോ. യെസ് YES. നെക്സ്റ്റ് യമ്മി YUMMY,
വൈ യമ്മി. അപ്പൊ നമുക്ക് പറയാം യമ്മീന്റെ ലാസ്റ്റ് വൈ ലെറ്റർ ആണല്ലോ വന്നപ്പോ അതിന് എന്തുകൊണ്ട് യ എന്ന് വരുന്നില്ല എന്ന് നമുക്ക് പറയാം. അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അത് എൻഡിങ് ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വവൽ സൗണ്ടിലേക്ക് അത് പോവില്ല. അത് ഇ എന്നുള്ള സൗണ്ട് തന്നെയാണ് വരിക. ഇനി യാർഡ്, YARD. ഇനി യോൺ, യോൺ, YAWN. ദെൻ ഇയർ, ഇയർ. അവിടെ നമുക്ക് ഇയർ വരില്ല, ഇയർ ആണ് വരിക. ഇയർ, YEAR. ദെൻ യെൽ, YELL. ദെൻ യെറ്റ്, YET. ദെൻ യു, YOU. ഇനി കുറച്ചും കൂടെ ഇയർ സൗണ്ടിന് യോർ, യങ്, യോഗ, യോഗട്ട്, യോയോ, യൂത്ത്, യക്ക്, യോസൽ. അപ്പോൾ അതിന്റെ സ്പെല്ലിങ് YOUR, യോർ, യങ്, YOUNG, യങ്, YARN, യോൺ, YOGA, യോഗ. ദെൻ യോയോ, YOYO. പിന്നെ യോക്ക് പറയാം, YOKE. യൂത്ത്, YOUTH, YUCK, യക്, YOURSELF, യോർസെൽഫ്. അപ്പൊ യ എന്ന സൗണ്ട് നമ്മളെപ്പോഴും അതുപോലെ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴും യ എന്നുള്ള സൗണ്ടാണ് നമുക്ക് വരിക. പക്ഷെ അത് ഫോണറ്റിക് സ്ക്രിപ്റ്റിൽ ജെ എന്ന 2 സ്ലാഷ് ആയിട്ടുള്ള സിമ്പലില് യ, ജെയിന്റെ ആ ഒരു സിമ്പലിലാണ് അത് വരിക. അപ്പോൾ യ സൗണ്ട് കുറച്ച് എക്സാമ്പിൾസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോർഷൻ ഡിഫ്തോങ് ആണ്. ഡിഫ്തോങ് നമുക്കറിയാം 2 ഗ്ലൈഡിങ് വവൽസ് ആണ്, അതായത് 2 കോമ്പിനേഷൻ ആണ്, വവലിന്റെ 2 കോമ്പിനേഷൻ ആണ് ഡിഫ്തോങ്ങിൽ വരിക. അപ്പോൾ ഡിഫ്തോങ്ങിൽ നമുക്ക് ഏതൊക്കെ ഡിഫ്തോങ്സ് ഉണ്ട്? എ, ഐ, ഓയ്, ഔ, ഔ, ഇയ, ഏയ, ഊവ്. ഒന്നും കൂടെ എ, ഐ, ഓയ്, ഔ. എ ഒന്നുള്ളിൽ എ, ഇ, അതാണ് എ. ഐ, ആ, ഇ, ഐ. ഓ, ഇ, ഓയ്, ആ, സോറി, ആ, ഉ, ഔ. then ഉ, ഔ, ഇ, എ, ഇയ, എ, ഏയ, ഉ, ഉ. അങ്ങനെ 8 ഡിഫ്തോങ്സ് ആണ് ഉള്ളത്. അതിൽ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ, ഫസ്റ്റ് ഡിഫ്തോങ് 8 ഡിഫ്തോങ്സിൽ ഫസ്റ്റ് വൺ എ. സേ, ദേ, മെയിൽ, ഗ്രേറ്റ്. വെയിറ്റ്, SAY, say, THEY, they, WEIGHT, wait. ഇനി I, MY, my, EYE, I, LIKE, like, REPLY, reply. Next, OY. OY നമുക്കറിയാം boy, BOY, boy. Then JOIN, join. Then enjoy, ENJOY, enjoy. Then ow, now, now. Then loud. Then shout, 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 LOUD, loud, NOW, now. Then ew, ew, ew. Go, hotel, slowly, go, GO, go. Then അത് നമുക്ക് അതുപോലെ തന്നെ NO, മാം അന്ന് പറഞ്ഞു NO, now. അപ്പൊ അതില് NOW, അതിന് ഒരു ഡിഫറൻസ് പറഞ്ഞായിരുന്നു. NOയും NOW. NOW എന്ന് പറയുമ്പോൾ ആവ് എന്നാണ്, now, now. NO എന്ന് പറയുമ്പോൾ no, no. അതും നമ്മൾ ഈ ഫോറിനേഴ്സിന്റെ ടൈപ്പ് എന്താ പറയാ, സ്പോക്കനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാം. NOW, now എന്നാണ്. NO എന്ന് പറയുന്നത് no, go, no. അങ്ങനെയാണ് പറയാം. നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഡിഫ്തോങ് ആണ് ഇയർ. അത് നമുക്കറിയാം ഇയർ, ഇയർ, ഇയർ. ദെൻ ഹിയർ, ക്ലിയർ, AEAR, ear, HERE, here.
CLEAR, clear. Then air, 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 air. Then CARE, care. Then SHARE, share. Next, last diphthong, എന്ന് നമ്മൾ പറയല്ലോ. അതില് tour, നമ്മൾ ടൂർ എന്നാണല്ലോ നമ്മൾ പറയും, TOUR, അത് നമ്മൾ tour. Then jewelry, JURY, jewelry എന്നാണ്, ജൂറി എന്നാണ് നമ്മൾ പറയുന്നത്, കറക്റ്റ് jewelry. Then DURING, during എന്ന് നമ്മൾ പറയും, during എന്നാണ് നമ്മൾ പറയും. താങ്ക് യു. അപ്പൊ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വേർഡ്സ് ഒക്കെ എഴുതി കാണിക്കണമെന്നുണ്ട്. സോറി, അതിന് പറ്റിയില്ല, എഴുതി കാണിക്കാൻ പറ്റിയില്ല. താങ്ക് യു മാം. ഓക്കെ ജീന, വെരി ഗുഡ്. നന്നായിട്ട് എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞു. അത് മിക്കപ്പോഴും അങ്ങനെയാണ് അല്ലെ? അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ റോസ്മേരി ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആ ക്ലാസ് കയറിയെന്ന് പറഞ്ഞു. ഇതോട് കൂടി റോസ്മേരിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, എന്താണ് കോൺടെക്സ്റ്റ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഇതുപോലെ ആരെങ്കിലും ഇനി പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞതില് ആ വവൽ ലെറ്ററിന്റെ അത് ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു. അത് കറക്റ്റ് ആണല്ലോ അല്ലെ? സിഇയും CIയും ചിലപ്പോ അത് ക്ലിക്ക് ആവും, ചിലതിൽ പക്ഷെ ക്ലിക്ക് ആവാറില്ല. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മള് സി സൗണ്ട് ആണോ സൗണ്ട് ആണോ എന്ന് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു വേർഡ് കിട്ടുമ്പോ, ഇപ്പൊ CE വരികയാണെങ്കിൽ അതിൽ C എന്നുള്ളൊരു സൗണ്ടും CA ആണെങ്കിൽ അത് ക എന്നുള്ളൊരു സൗണ്ടും ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമല്ലോ അല്ലെ? അത് എനിക്ക് തോന്നുന്നു. നോക്കിയപ്പോ അങ്ങനെ പുള്ളി നമുക്ക് ഒതന്റിക്കായിട്ട് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലെ? എല്ലാം അങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ്, നമുക്ക് ആ ഓരോ വേർഡിന്റെയും പ്രൊണൗൺസിയേഷൻ അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ വേർഡും ആ കറക്റ്റ് ആ ഒരു സൗണ്ട് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് അറിയില്ല, കൂടുതൽ വേർഡ്സ് നമുക്ക് ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഓരോ എന്ത് വേർഡ് പഠിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ എപ്പോഴും കേട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് മസ്റ്റ് ആണേ. ഓക്കെ, പിന്നെ ഇനി ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് ക്ലാസ് അല്ല, നമ്മുടെ ക്ലാസ്സിൽ ഫോണിറ്റിക്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. കോൺസ്റ്റൻസ് ആണെങ്കിലും വൊവൽ സൗണ്ട്സ് ആണെങ്കിലും ഡിഫ്തോങ്സ് അല്ലെ, ഡിഫ്തോങ്സ്, മോണോഫ്തോങ്സ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അല്ലെ. ഇനി ഇതിൽ തന്നെ ലോങ് വൊവൽ ഉണ്ട്, ഷോർട്ട് വൊവൽ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ വൊവൽ എടുക്കുകയാണെങ്കിൽ ഇതാണ്ട് വൊവല്. വൊവൽ മീൻസ് മൊണോഫ്തോങ്ങിലാണ് ഈ ഷോർട്ട് വൊവലും ലോങ് വൊവലും ഉള്ളത്. ഈ മൊണോഫ്തോങ്ങിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓരോ വോയിസ് നമ്മൾ ലോങ്ലി പ്രൊണൗൺസ് ചെയ്യുന്നതും ഷോർട്ട് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ ലോങ് വൊവൽ എന്നും ഷോർട്ട് വൊവൽ എന്ന് പറയും. ലോങ് ആയിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന സൗണ്ടിനെ ലോങ് വൊവൽ എന്നും ഷോർട്ട്ലി നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന സൗണ്ടിനെ ഷോർട്ട് വൊവൽ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് വൺ ഇസ് ആ സൗണ്ട് ഇസ് എ ഷോർട്ട് വൊവൽ അല്ലെ? ഷോർട്ട് ആണ്, നമ്മൾ ഷോർട്ട് ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുക, ജസ്റ്റ് അപ്പൊ ഇത് എന്താണ്? ഷോർട്ട് വൊവൽ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ആ സൗണ്ട്, അത് ലോങ് വൊവൽ ആണ്. ലോങ്ലി പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ ലോങ് വൊവൽ ആണ്. നെക്സ്റ്റ് വൺ ഇസ് അബർ. ഓക്കെ, അബർ, അത് ഷോർട്ട് വൊവൽ ആണ്. ആൻഡ് സിറ്റ്, ജസ്റ്റ് ഷോർട്ട് വൊവൽ. ലോങ് വൊവൽ. ഉ ഷോർട്ട്, ഉ ലോങ് വൊവൽ. ഓ ഷോർട്ട്, ഓ long, a short, o short, o long. ഓക്കെ, ക്ലിയർ ആയോ? ലോങ് വൊവൽ നോക്കി, ഒരു 5 ലോങ് വൊവൽ ഉണ്ട്, അതുപോലെ തന്നെ 7 ഷോർട്ട് വൊവൽ ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഒരു ഷോർട്ട് വൊവലും ലോങ് വൊവലും. ഓക്കെ, ലോങ്ലി നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ലോങ് വൊവലും ഷോർട്ട്ലി നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഷോർട്ട് വൊവലും ആണ്. ഓക്കെ, ഇനി കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ നോക്കാം. ഇംഗ്ലീഷിലെ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെയാണ് നമുക്ക് ഫോണിറ്റിക്സ് ലാംഗ്വേജ് ഉണ്ട്. സോ നമുക്ക് ഫോണിറ്റിക്കിലും നമുക്ക് ലാംഗ്വേജ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൽ തന്നെ നമുക്ക്
ഫോണ്ടിക്കില് നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ ക്യാറ്റില് അതിന്റെ ഫോണ്ടിക്സ് ട്രാൻസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾ ആ ട്രാൻസ്ക്രിപ്ഷൻ കാണുമ്പോൾ നമുക്ക് കറക്റ്റ്ലി അതിന്റെ പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കാൻ പറ്റും. ക്യാറ്റ് അല്ലെ? അപ്പൊ ശരിക്കും ഈ ഫോണ്ടിക് ട്രാൻസ്ക്രിപ്ഷൻ കൂടെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൊണൗൺസിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി ഓരോ സൗണ്ട് ഓരോ വേർഡ് നോക്കിയേ. ഡോഗ്, സൺ, പിഗ്, bed, hot, sit, cup, picnic, napkin, magnet, sunset, rabbit, catfish, window, plant, frog, stop, plant, guest, milk, beat, bleed. Okay? Clear ആണോ? മനസ്സിലായോ? എന്താണ് എല്ലാരും ക്ലാസ്സിലുണ്ടോ? എന്ത് പറ്റി? ബോർഡ് ഇഷ്ടൊന്നും കാര്യമില്ല കേട്ടോ. അത് പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് പഠിപ്പിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ? കാരണം നമ്മളൊരു കാര്യം ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യണ്ടേ? കോണ്ടെക്സ് എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ കോണ്ടെക്സ് കംപ്ലീറ്റ് ആകും. കോണ്ടെക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ? നെക്സ്റ്റ് ബാച്ച് മുതൽ കോണ്ടെക്സിന് കുറച്ചുകൂടി നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ? സോ കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വേറൊരു നോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു നോട്ടോട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ? ജസ്റ്റ് വെയിറ്റ്.
ഓക്കെ, നോട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ജസ്റ്റ് കുറച്ച് വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഇത് എടുക്കാൻ കാരണം ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഫെമിലിയർ ആയ ഒരു വേർഡും കൂടി ഉണ്ട്. ഫാദർ കണ്ടോ, ഫാദറിന്റെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾ. ഫാദർ, ഫാദർ കണ്ടോ, ഫാദർ, ഫാദർ. ആറ് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത് വെച്ചാൽ അത് കുറച്ച് സൈലന്റ് ആണ്. സൈലന്റ് മീൻസ് ഉള്ളിലേക്കാണ് പറയുക, പുറത്തോട്ട് വരില്ല, ഉള്ളിലാണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ശരിക്കും പ്രൊണൗൺസിയേഷൻ പഠിക്കാം. ആക്ച്വൽ നോക്കി, ആക്ച്വൽ, ആക്ച്വൽ. ഓക്കെ, ചെയിൻ, jam, pen, bath, tea, did, got, chain, jam, fall, van, pin, pin, this, sub, zoo, shoe, vision, hat, map, now, sing, look, red, yes, wet, see, happy, sit, tan, feather, got, so, put, actual, to, come, bird, about, say, go, 5, now, boy, near, here, poor. Clear? ക്ലിയർ? കണ്ടോ കണ്ടോ, ക്ലിയർ ആണോ? കോണ്ടെക്സ്റ്റ് ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യൂ. മാം പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തത്. ഞാനും സമ്മതിച്ചു, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ചെയ്തേ പറ്റൂ കേട്ടോ, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചുമ്മാ പറയുന്നതല്ല, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് കിട്ടും. ഓക്കെ, കേട്ട് കേട്ട് പഠിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. കേട്ട് കേട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അത് ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ അത്രയേ ഉള്ളൂ. നമ്മുടെ കോണ്ടെക്സ്റ്റ് ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വേറൊന്നും പറയാനില്ല. പറയൂ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കോണ്ടെക്സ്റ്റ് ക്ലാസ്? എങ്ങനെയുണ്ട്? കോണ്ടെക്സ്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ഫീഡ്ബാക്ക് പറയൂ. കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എക്സാമിനെ ബേസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻസ് പറഞ്ഞ അല്ലെ? അപ്പൊ ക്ലാസ് അല്ല, ഫോണ്ടിക്സ് എങ്ങനെയുണ്ട് അത് പറഞ്ഞേ. ഓക്കെ ആണോ? എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻസോ എന്തെങ്കിലും സംസാരിക്കൂ. ടീനയുടെ ക്ലാസ് നല്ലോണം മനസ്സിലായി. അപ്പം അത് ഇന്ന് കയറിയതുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായി അതുകൊണ്ട്. ശരിയാ. ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്തായിരുന്നോ? ഫോണ്ടിക്സിൽ നോട്ട് കിട്ടിയായിരുന്നോ? പറയൂ. ഇല്ല മാം, കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ രണ്ട് നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെന്താ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? നിങ്ങൾ വിചാരിക്കുക എന്താണ് ഞാൻ സാരി കൊടുത്തോണ്ടിരിക്കുന്നത് വിചാരിച്ചോ? മോളുടെ സ്കൂളിൽ സെലിബ്രേഷൻ ആയിരുന്നു. സോ ഞാനപ്പോ സാരി എടുത്തു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സിൽ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിലെ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും സാരിയാണ്. അതുകൊണ്ട് മാത്രം കൊടുത്തേ ഉള്ളൂ കേട്ടോ. മെയിൻ ആയിട്ട് മോളുടെ സ്കൂളിൽ പോണമായിരുന്നു. ജസ്റ്റ് ഞാൻ പോയപ്പോ സാരി ഇഷ്ടമുള്ളതൊരു പരിപാടിയാ. മാതിരി പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമില്ല എനിക്കത്. ഓക്കെ, യാ. അപ്പൊ എല്ലാം നമ്മുടെ ഞാനിങ്ങനെ കാരിയേറ്ററിൽ കണ്ടപ്പോ കുറെ ഗുഡ് ഓൾഡ് മെമ്മറീസ് ഇങ്ങനെ മനസ്സിൽ വരികയാണ്. ഇപ്പൊ എല്ലാവരും പുറത്തിറങ്ങുമ്പോ എല്ലാവരും നല്ല കേരളം, നല്ല മലയാളി മംഗമാരായിട്ടാണ്. സ്പെഷ്യലി നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും സുന്ദരിമാരാണ്. അപ്പൊ കാണുമ്പോ ഭയങ്കര എന്താ പറയാ, മിസ്സിങ്. നമ്മുടെ മുന്നേ ഞങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിച്ച കാര്യങ്ങളും ജോലി സ്ഥലത്തും എല്ലായിടത്തും ഒക്കെ അതൊക്കെ ഓർമ്മയിൽ വരാറ്.
ഭയങ്കര സന്തോഷം മാമിന് ഇങ്ങനെ ഈ ഒരു അറ്റയറിൽ കണ്ടപ്പോ. അപ്പൊ ഭയങ്കര പ്ലാനിങ് ഒക്കെയാണോ മാം മൺഡേയിലെ സെലിബ്രേഷന്? ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ വെയിറ്റ് ചെയ്തിരിക്കാം. ഞങ്ങൾ ഡാൻസ് ചെയ്താണ്, അത് വെയിറ്റ് ചെയ്യണ്ട. ഡാൻസ് ചെയ്യാം, കാരണം പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ടീച്ചേഴ്സിന് കുറച്ച് പേർക്ക് വയ്യായിക ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ബാക്കി ഫോട്ടോസും എല്ലാം വരും, അല്ലാണ്ട് വീഡിയോസ് വരും. അപ്പോ എല്ലാവരും ഞാനും ഇതുപോലെ ഞാൻ ഈ ജോലിക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ ഞാൻ സെലിബ്രേറ്റ്, എനിക്ക് എല്ലാ സെലിബ്രേഷനും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ എല്ലാം ചെയ്യും, ഒരു വ്യക്തിയാണേ. അപ്പോ എനിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോ ജോലിക്ക് പോകുമ്പോ സെലിബ്രേഷനൊക്കെ വരുമ്പോ പ്രത്യേക ഒരു അപ്പിയറൻസിൽ പോകുമ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇനി എന്നാന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സോ ആഗ്രഹിക്കുക കൂടെ ഹാർഡ് വർക്ക് ചെയ്യുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു നാൾ അത് സാധിക്കും എന്ന് പറഞ്ഞ ചുമ്മാതായി അല്ല. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ. എന്റെ ലൈഫിൽ നടന്ന എല്ലാം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാട്ടോ. ആഗ്രഹിക്കാത്തതും നടന്നിട്ടാകാം. സോ ആഗ്രഹിച്ച നടന്നിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, മേ ബി ചെയ്തിട്ടുണ്ടാവാം, ഓർമ്മയില്ല, അല്ലാണ്ട് എന്താ പറയാൻ. സോ എല്ലാവരും ആഗ്രഹിക്കുക നന്നായിട്ട്. ആഗ്രഹിക്കുക മാത്രമല്ല, അതിന്റെ കൂടെ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, പിന്നെന്താ അപ്പൊ എന്റെ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞു, എന്റെ കോണ്ടെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം കുറഞ്ഞു വരാണല്ലേ. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടോ? കഴിഞ്ഞോ? അതോടുകൂടി എല്ലാ പരിപാടിയും കഴിഞ്ഞോ? ഇന്നത്തെ PG ക്ലാസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വെക്കേഷൻ തന്നു. പിന്നെ 31st എക്സാം അത് പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമ ക്ലാസ് ഫുള്ള് മിസ്സിന്റെ ഇന്നത്തെ ക്ലാസ്സോടെ എല്ലാം കഴിഞ്ഞു. പിന്നെ അശ്വതി മാം റിവിഷൻ ക്ലാസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണ മാമിന്റെ കഴിഞ്ഞു. ജിഷ മാമും അശ്വതി മിസ്സും റിവിഷൻ ക്ലാസ് ജസ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഓണത്തിന്റെ വെക്കേഷന്റെ ഇടയിലായിരിക്കോ എന്നൊന്നും അറിയില്ല. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്താ റിവിഷൻ ക്ലാസ് വേണ്ടത് പറഞ്ഞു. നമ്മുടെ എക്സാം വരുന്നത് ഐ തിങ്ക് 18th അല്ലെ? ഇംഗ്ലീഷ് എക്സാം 18th. അപ്പൊ എന്താണ് റിവിഷൻ ക്ലാസ് വേണ്ടത്? ഇന്ന് ഫിക്സ് ചെയ്താലേ എനിക്കത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. എന്ന് വേണം 8th അല്ലേ മാം? 18th അല്ലേ? 8th 8th ആണോ? 8th ആണെന്ന് തോന്നുന്നു. നമുക്ക് അതിനിടയ്ക്ക് വലിയ ഗ്യാപ്പില്ല, സൺഡേയിലെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. 30% സ്റ്റാർട്ട് ചെയ്തിട്ട്. അതെ, 18 ഞാൻ ടേം എക്സാം ആണ് ഉദ്ദേശിച്ചത്. അയ്യോ, എക്സാം എന്നാ പറഞ്ഞേ? ഇംഗ്ലീഷ് എക്സാം എന്നാ? 8th ആണ് മാം. 8th ആണ്. ഓക്കെ, 8th ആണെങ്കിൽ എന്ന് വേണം നമ്മുടെ റിവിഷൻ ക്ലാസ് എന്ന് വേണമെന്ന് പറയൂ. 31st മുന്നേ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും മിസ്. പിന്നെ എക്സാം തുടങ്ങിയ പിന്നെ ഓരോന്ന് പഠിക്കലായിരിക്കും. 31st മുന്നേ വെക്കാൻ പറ്റില്ലല്ലോ. നമുക്കും വേണ്ട വെക്കേഷൻ. എനിക്ക് വെക്കേഷൻ ആണ്. ഓ സോറി മാം, സോറി. മിസ് അന്ന് പറഞ്ഞത് 4th വെക്കാന്നായിരുന്നു. പക്ഷെ 4th ശ്രീകൃഷ്ണ ജയന്തി ആവുമ്പോ ഓഫീസ് ആയിരിക്കില്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് അവധിയായിരിക്കില്ലേ? ഇല്ല അല്ലെ? അന്ന് നമ്മളോട് അന്ന് 4th എന്ന് പറയുമ്പോ ഫ്രൈഡേ. അന്ന് എക്സാം ഉണ്ടോന്ന് നോക്കി. എക്സാം ഉണ്ട് നിങ്ങൾക്ക് പേപ്പർ 4 ഉണ്ട്. ഇല്ല അല്ലെ, എക്സാം ഇല്ല. 3 ആണ്, 3 എക്സാം. 4th ഇല്ല, ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ. ഓക്കെ, അപ്പൊ ഈ ടൈമിൽ വെക്കാൻ പറ്റില്ല. ഈ ടൈമിൽ മതിയോ? 11:30 ഓക്കെ ആണോ നമുക്ക്? ഫ്രൈഡേ നമുക്ക് ഒഴിവൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഇനി സപ്പോസ് എങ്ങാനും ഒഴിവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതും കൂടെ നമ്മൾ പറയണ്ടേ? എന്ത് ചെയ്യണം? ഫ്രൈഡേ എങ്ങനെ ഒഴിവാണെങ്കിൽ നമുക്ക് സാറ്റർഡേ വെക്കാം 11:30 തന്നെ, അല്ലെങ്കിൽ 11 മണിക്കൂർ 11:30 വെക്കാം. ഫ്രൈഡേ എങ്ങാനും നമുക്ക് ഒഴിവാണെങ്കിൽ 11:30 സാറ്റർഡേ വെക്കാം. ഓക്കെ ആണോ? അത് നല്ലതാണ് മാം. അന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പൊ അങ്ങനെ നോക്കാം. ഓക്കെ, ഫ്രൈഡേ പറ്റിയില്ലെങ്കിൽ സാറ്റർഡേ വെക്കാം. ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്യാനുണ്ടോ? ഞാനത് ഡേറ്റ് അവിടെ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുമ്പോ പോലെ പണിയാവും. ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഫ്രൈഡേ 11:30 ഓർ സാറ്റർഡേ 11:30. ഓക്കെ, എന്തായാലും ഇൻഫർമേഷൻ വരും, അതിനനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ,
അപ്പൊ അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി ഉണ്ടാവുന്ന ആ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല കേട്ടോ, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, പിന്നെന്തൊക്കെയാ പറയാ, ഇംഗ്ലീഷിന്റെ പഠിത്തം അവസാനിപ്പിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും അവസാനിപ്പിക്കരുത്, കണ്ടിന്യൂ ചെയ്യാം. കോൺവെർസേഷൻ ലെവലിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും അത് കണ്ടിന്യൂ ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഒരു കാര്യമൊന്നുമല്ല, എന്ത് കാര്യം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യണം, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നല്ലോ അല്ലെ. പിന്നെന്താ, കോണ്ടെക്സ്റ്റിന് പറയുന്നത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മിക്ക പേജ് സെക്ഷനിൽ ഇപ്പൊ സൗണ്ടിന്റെ ബേസിസ് ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സൗണ്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അതിന് ബേസിക് നോളജുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ബേസിക് അറിയാം നിങ്ങൾക്ക്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും കാര്യമാണ് എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ചും കോണ്ടെക്സ്റ്റിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി ആസ് എ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ മാറാൻ നോക്കുക. നമുക്ക് ചേഞ്ചസ് ആവശ്യമാണെങ്കിൽ അത് നമ്മൾ മാറ്റാം. ഓക്കെ, ഇപ്പൊ ഈവൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഒരുപാട് സ്വഭാവങ്ങൾ മാറ്റിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരാളില്ല കേട്ടോ. ഞാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു, ഭയങ്കര വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ഞാൻ മാറ്റി, കാരണം ആ സ്വഭാവം വൃത്തികെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ ഞാനത് മാറ്റി. മോശം സ്വഭാവമാണെങ്കിൽ നമ്മൾ മാറ്റാം. ഓക്കെ, അത് മോശമാണെന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തോന്നുമല്ലോ, നമുക്ക് നമ്മളെ തന്നെ നമുക്ക് വാല്യുവേറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് അല്ലെ. സോ കുറെയൊക്കെ മാറ്റാൻ നോക്കാം, ഇംപ്രൂവ് ചെയ്യുക. ഒരുപാട് ഹാബിറ്റ്സ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക, ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതിലൂടെ നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരും ലൈഫിൽ. ഓക്കെ, അപ്പോ ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം ക്ലാസ് എടുക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണത്, എന്നാലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ് മാത്രം എടുക്കരുത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞിനെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ക്ലാസ്സിൽ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു ടീച്ചർ ആകണം കേട്ടോ. അതിന്റെ റിക്വസ്റ്റ് ആയിട്ടെങ്കിലും നിങ്ങൾക്കത് കാണാം. ഓക്കെ, എനിക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ? മാം ഇപ്പൊ എന്താ പറഞ്ഞ, എങ്ങനെ ടീച്ചറാണെന്ന് പറഞ്ഞത്? ഒരു ഷോയിലങ്ങൾ വരുന്നില്ല ഇതൊക്കെ. അല്ല, സബ്ജക്ട് മാത്രം പറയുന്ന അല്ലെങ്കിൽ സബ്ജക്ട് മാത്രം ക്ലാസ് എടുക്കുന്ന ടീച്ചർ ആകരുതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് സബ്ജക്ട് ആയിക്കോട്ടെ, എന്ത് സബ്ജക്ട് ആണ്, ആ സബ്ജക്റ്റിന് മാത്രം ക്ലാസ് എടുക്കരുത്. ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം അവർക്ക് ടീച്ചർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അല്ല, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറയുന്നതാണ് അവർ ഭേദവാക്യം എന്ന് പറയും. സോ ടീച്ചർ പറയുന്നത് എല്ലാം കേൾക്കും. അവരുടെ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, നോളജ് വൈസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ചുറ്റിനുള്ള കുട്ടികളുടെ ഹാബിറ്റ്സ് വളരെ മോശമാണ്. സോ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്കത് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലെ. അവരുടെ ഹെൽത്ത് കുറച്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അറിയാം, ഒരുപാട് അസുഖങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. കാരണം അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്, അവരുടെ ഹാബിറ്റ്സ് ആണ്, അവർ കഴിക്കുന്ന ഫുഡാണ്. ഓക്കെ, എല്ലാം നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ കുറേയൊക്കെ എന്താണ്, കുഞ്ഞുങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് പിന്മാറണം അല്ലെ. അപ്പൊ അതിനൊരു അവയർനെസ് നമുക്ക് കൊടുക്കാം. അതൊക്കെ നമുക്ക് ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം സാധിക്കുന്ന ഒരാളാണ്. കുഞ്ഞുങ്ങളോട് കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ പാരന്റ്സിനെക്കാളും അല്ലെ, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ പാരന്റ്സിനേക്കാൾ കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. സോ ആ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സൊസൈറ്റി തന്നെ ഒരുപാട് മാറ്റാൻ പറ്റും അല്ലെ. വേ ഓഫ് തിങ്കിങ് ആണെങ്കിലും എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. സോ ആ രീതിയിലായിരിക്കും എപ്പോഴും ക്ലാസ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ, ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇതിൽ സംസാരിക്കൂ. ഒന്നുമില്ല, എന്താ ഒന്നും മിണ്ടാത്തേ? ഭയങ്കര സൈലന്റാണല്ലോ, എന്തൊന്നും മിണ്ടാത്തേ? പറയൂ എന്തെങ്കിലും. മിസ്സേ, ഞങ്ങക്ക് ഇവിടെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ വാർഡില്. അപ്പൊ അതില് കയ്യൊട്ടിക്കളി, തിരുവാതിര കളി, നാടൻ പാട്ട് കളി ഒക്കെ ചെയ്യേണ്ടി. 29-ാം തീയതിയാണ് പ്രോഗ്രാം, മെഗാ തിരുവാതിര. അപ്പൊ ഞങ്ങൾ ഇതിന് വേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണ്. പിന്നെ അങ്ങോട്ട് പൊളിക്കങ്ങട് സൂപ്പറാണ്. നമുക്കൊരു ചിന്തയുണ്ട്, പ്രായമായി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നൊരു ചിന്തയുണ്ട്. അതൊന്നും ഇല്ല കേട്ടോ. പ്രായം ജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ശരിയാണ്, വളരെയധികം ശരിയാണ്. എല്ലാം നമ്മുടെ മനസ്സാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ലൈഫ് ഒന്നേലുള്ളൂ, എൻജോയ് ചെയ്യുക. എത്രയേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ ചിന്തിക്കുന്ന മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ശരി. ഓക്കെ, സിന്ധു ടീച്ചറ് അതുപോലെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മാം. സകലകല വല്ലഭയാണ് സിന്ധു ടീച്ചർ. അതെ, പിന്നെ നാടകമൊക്കെ ഉണ്ട്, നാടകമുണ്ട്, അങ്ങനെ കുറെ ഉണ്ട്.
എരുമലുണ്ട്, ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ. വാഴാറ്റൂലുണ്ട്. വാഴാറ്റൂല് ഇവിടെ നമ്മളുടെ അടുത്ത് വെച്ച ഞാൻ കലാകാരന്മാരുടെ ഏരിയ സെക്രട്ടറിയാ പറൂര്. നന്മ സർഗവനിത പറൂര് ഏരിയ സെക്രട്ടറിയാണ്. അങ്ങനെ വന്നതാണ്. ഭയങ്കര ഇൻസ്പയറിംഗ് പേഴ്സൺ ആണ് മാം സിന്ധു ടീച്ചർ. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഞങ്ങൾക്ക്. സിന്ധു ആളൊരിക്കൽ സ്റ്റോറി പറഞ്ഞു, ആളുടെ സ്റ്റോറി. ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, കണ്ണു നിറഞ്ഞു സിന്ധു ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോ. വളരെ വൈകിയാണ് അറിഞ്ഞ സിന്ധു ഞാൻ, സോറി. പറൂരാണ്, വാണിയക്കാട്. അടുത്താണല്ലോ. ഇലക്ഷനൊക്കെ നിന്ന് 2 തവണ കോട്ടുപള്ളി പഞ്ചായത്ത് 5-ാം വാർഡിൽ ഇത്തവണ. പിന്നെ ഇപ്പൊ ഇന്ന് ഒരു ശിലാസ്ഥാനം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത് തന്നെ, നമ്മളുടെ വാർഡിലാണ്. അപ്പൊ അതിനൊക്കെ പോയി കാലത്തെട്ടരക്ക്. എല്ലാത്തിലും ആക്റ്റീവാണ്. എനിക്ക് ഒരു കാര്യമുണ്ട്, എനിക്ക് പ്രൊഫൈൽ പിക്ക് കറക്റ്റ്ലി ക്ലിയർ ആകില്ല, കാരണം വളരെ ചെറിയൊരു പ്രൊഫൈൽ പിക്ക് ആണ്, പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. അറിയാൻ പറ്റില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്നും അധികമൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇതിലൊന്നും ഇല്ല ഞാൻ. അതാണ്. ആരെങ്കിലും സിന്ധുവിന് എന്തെങ്കിലും പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ചെയ്തുതരാം. ഞാൻ കുറച്ച് വൈകി അറിഞ്ഞു. കരാട്ടെ പഠിക്കണ്ട്. കരാട്ടെ മാം ഞങ്ങളും വൈകി അറിഞ്ഞത്. PG ക്ലാസ്സിലൊരു സെഷൻ അങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു കാണാതിരുന്നൊരു മറിഞ്ഞിരുന്നൊരു സിന്ധു ടീച്ചറിനെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. എന്നിട്ടത് ടീച്ചർ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു മുന്നേ. ഞങ്ങൾക്ക് ഭയങ്കര അതിനോട് അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. സിന്ധു കണ്ടിട്ടില്ല, പക്ഷെ വേ ഓഫ് ടോക്ക് ഭയങ്കര ഇഷ്ടം. എന്നെയോ? പ്രാക്ടിക്കലിന് വന്നപ്പോ പറൂര് വന്നില്ലേ? അന്ന് വന്നപ്പോ പക്ഷെ അതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും അറിഞ്ഞത് ആരാണ് സിന്ധു ടീച്ചർ എന്നുള്ളത്, അല്ലേ? അശ്വതി മിസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. ഞാൻ വരാറുണ്ട്. അപ്പൊ ഓഫീസാണല്ലോ പറൂര് ചേന്ദമംഗലത്ത്. അപ്പൊ ഞാൻ അന്വേഷിച്ചു, മിസ്സുമാരുടെ പാലിയത്താണ് അവിടെ ക്ലാസ് എടുക്കണേന്ന് പറഞ്ഞു. പാലിയത്ത് ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. സീരിയല്, സിനിമ ഒക്കെ. സീരിയല് ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ അഭിനയിച്ചേക്കണൊന്നും. ഷോർട്ട് ഫിലിം ഉണ്ട് എന്റെ കയ്യില്, ലിങ്ക് ഉണ്ട്. 3 ഷോർട്ട് ഫിലിം. എനിക്ക് അയച്ചു തരണേ. ആരെങ്കിലും ത്രൂ എനിക്ക് അയച്ചു തരണം കേട്ടോ. അയച്ചുതരാം. മിസ്സിന്റെ നമ്പർ മേടിച്ചിട്ട് അയച്ചുതരാം. അസുഖം വന്നിട്ടും വെറുതെ ഇരുന്നിട്ടില്ല. നമ്മൾ കുറച്ചാള് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കാറില്ല. കാറ്ററിംഗ് വർക്കിന് പോവും. ഇപ്പൊ ഞായറാഴ്ച ഉണ്ട്. ട്രാഫിക് പോലീസ് അങ്ങനെ, പിന്നെ സപ്പോർട്ട് സ്റ്റാഫായിട്ട് പോവും. ഒന്നും വെറുതെ ഇരുന്നിട്ടില്ല. പറഞ്ഞ ഡയലോഗ് ഡയലോഗ് പറഞ്ഞേ. എന്താ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ലൈഫ് എൻജോയ് ചെയ്യണമെന്നൊക്കെ ഡയലോഗ് ഇറക്കിയാലോ ഞാൻ. അത് ആരോടെ ഞാൻ പറഞ്ഞെന്ന് ആലോചിക്കുക. ഇത്രയും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാത്തൊരു വ്യക്തിയോടാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ പഠിക്കാനും ഒക്കെ ഉണ്ടല്ലോ. ഇതിന്റെ ഇടയില് ഒരു 8:30 ആകുമ്പോഴാ പ്രാക്ടീസിന് പോണേ. എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നം ഇവിടെ ഉള്ളവരൊക്കെ. അപ്പൊ ഒരു 8:30 തൊട്ട് 10 മണി വരെ പ്രാക്ടീസാ. 3 ഡാൻസിനുണ്ടല്ലോ. അപ്പൊ 3 എണ്ണത്തിനും ചേർന്നാണ്. കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ട്. 3 പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. പണ്ട് തൊട്ടേ ആക്റ്റീവാണ് എല്ലാത്തിനും. പിന്നെ ഒരു അസുഖം വീഡിയോ കാണണം ഭയങ്കര ആഗ്രഹം. അപ്പൊ അയക്കൂട്ടോ. അയച്ചുതരാം. അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് റിവിഷൻ ക്ലാസ് ആണ്. റിവിഷൻ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. 19th ബാച്ചിലുള്ള എല്ലാ സ്റ്റുഡൻസും എനിക്ക് കാണണം. ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ അങ്ങനെ ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. സോ എല്ലാവരും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. സോ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം, ഒരുപാട് സംസാരിക്കാം. കാരണം ഇനി അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവില്ല. ഓക്കെ, സോ അന്ന് എല്ലാവരും വരണം, കേട്ടല്ലോ? ഓക്കെ അല്ലേ? എന്തൊന്നും മിണ്ടാത്തേ? ഓക്കെ ആണോ? അന്ന് എക്സാം ഉണ്ട് ഞാൻ, പക്ഷെ അത് കുഴപ്പമില്ലല്ലോ. 1 മണിക്കൂറല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ഒത്തിരി തന്നെ പഠിക്കണ്ട, കുറച്ചേരം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. അത് തന്നെ മാം. ഓക്കെ, അപ്പൊ അന്ന് കാണാട്ടോ, വരണോട്ടോ. എല്ലാവരോടും പറയണേ, നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. 19th ബാച്ചിലുള്ള എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാം. ലാസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ഫെയർവെൽ ആയിട്ടോ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി നമ്മുടെ കോൺടെക്സ്റ്റ് കംപ്ലീറ്റ് ആയി. നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഓൾ ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഒരു വണ്ടർഫുൾ ഹാപ്പി ഓണം ഞങ്ങളുടെ ബാച്ചിന്റെ വക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു ഓൾ. എല്ലാവരോടും പറഞ്ഞോട്ടോ.
ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഞാൻ ഓണം വിഷ് ചെയ്തെന്ന് പറയാം. ഓക്കെ, സോ വൺസ് അഗൈൻ ഹാപ്പി ഓണം ടു ഓൾ ആൻഡ് യുവർ ഫാമിലി. ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on the next Thank you. class. താങ്ക് യു മാം. ബൈ മാം. താങ്ക് യു.